70-80കളിലെ പള്ളിപ്പുറം ഗ്യാങ് കൗമാരകാലത്ത് കൂടി നടന്നിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ചെറുപ്പകാലത്ത് കളിച്ചു വളർന്നവർ. പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും കോളമിസ്റ്റുമായ N.A. നാസിർ എല്ലാവരെയും വീണ്ടും കോർത്തിണക്കി പള്ളിപ്പുറം ഗ്യാങ് എന്നൊരു ഗ്രൂപ്പുണ്ടാക്കി. 2023-ൽ പള്ളിപ്പുറം മഞ്ഞുമാതാവിന്റെ തിരുനാളിൽ പള്ളിമുറ്റത്ത് ഒന്നിച്ചുകൂടി. അതിന്റെ ഭാഗമായി ഈ വർഷം പള്ളിപ്പെരുന്നാളിന് എല്ലാവരെയും അവരുടെ കുടുംബങ്ങളുമായി ഒന്നിച്ചു ചേർന്നു. ഒരു മഹാദുരന്തം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു, വയനാട് ദുരന്തം. അപ്പോൾ അതിൽ ഒട്ടേറെ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും പലരെയും കണ്ടെത്താനൊന്നും ആയിട്ടില്ല. അപ്പോൾ അവർക്കുള്ളൊരു പ്രാർത്ഥന നമ്മൾക്ക് അറിയാം എല്ലാവർക്കും. എൻ്റെ പേര് നസീർ എന്നാണ്. നസീർ. ഞാൻ കാട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. കാട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾ കൂടാതെ കുട്ടികൾക്കൊക്കെ അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ മാർഷൽ ആർട്സ്, കരാട്ടെ ഒരുപാട് വർഷമായിട്ട് 45 വർഷമായിട്ട് കരാട്ടയിലുണ്ട്. കാട്ടിലത്തെ അനുഭവങ്ങൾ ഒരു 10 പുസ്തകമായിട്ട് മാത്രമേ ഇറക്കിയിട്ടുണ്ട്. അത് 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, പിന്നെ +1, പിന്നെ 5 യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ പാഠവിഷയമൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മള് ഈ ഒരു ഗ്യാങ് ഉണ്ടാകാൻ കാരണം 70-80s എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാകാൻ കാരണം ആ ഒരു കാലഘട്ടത്തില് ഞങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളൊക്കെ 60 വയസ്സോ 50 വയസ്സായ പേരുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് എന്ന് പറയണം. ഞങ്ങൾ പറയുന്ന ഗ്യാങ് എന്ന് പറയണം. ഇപ്പൊ രാവിലെ ജയില് രാവിലെ എന്നിട്ട് അവിടെ വീടിന്റെ പുറത്തു എടിയപ്പം നമ്മളിറങ്ങി ചെല്ലുണ്ട്. അപ്പൊ അടുത്ത ആളുടെ വീട്ടിലോട്ട് പോയി, സാബുവിന്റെ വീട്ടിൽ. അപ്പൊ ഇത് അവിടെ സുരേഷ്, ജോളി, പിന്നെ ബേസി, ഇങ്ങനൊരു ഗ്യാങ്ങാണ് ഫുള്ള്. അതാണ് ഗ്യാങ്ങിന് തന്നെ പേര്. എന്നിട്ട് അങ്ങനെ നടക്കാം, വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന്. അപ്പൊ 16 വയസ്സ് 15 വയസ്സൊക്കെ അല്ലേ, അങ്ങനെ 15 വയസ്സ് പിരിവിടും, ചെറിയ പിരിവിടും. കോലത്തിക്കടവിൽ പോകും, അവിടെ വെളിച്ച പലഹാരം കിട്ടും, ഇത് കഴിക്കുക, തിരിച്ചു ഇതിനൊക്കെ പടക്കങ്ങളുണ്ട്. പിന്നെ വൈകുന്നേരം ഫുട്ബോൾ കളി, അതുപോലെ സ്പോർട്സ്. പാൻറ്റിയൊക്കെ ഭയങ്കര ചാട്ടക്കാരനാണ്, സ്പോർട്സിലൊക്കെ ഭയങ്കര സ്പോർട്ട്. അത് ജയിച്ച ഞാൻ ഫുട്ബോളിന്റെ ഒക്കെ ഉണ്ട്. 5 കോടിയൊക്കെ മാച്ചിന്റെ കാലനടിയാണ് കളിക്കുന്നത്. സുരേഷിലൊക്കെ കളിക്കുന്ന ആൾക്കാരല്ലേ ജോഷി. പിന്നെ പള്ളിപ്പുറം സ്കൂളിലാണ് പലരും പഠിച്ചോ, മഠത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സരിയൊക്കെ പള്ളിപ്പുറം സ്കൂളിൽ പഠിച്ചിരുന്നു. ഓസ്തപ്പം ഭയങ്കര ഇപ്പൊ കണ്ടാലിങ്ങനെ ഇരിക്കുമെങ്കിലും ഓട്ടത്തിന് ഫസ്റ്റാണ്. ഓട്ടത്തിന് നമുക്കൊന്ന് ഞാനൊക്കെ നന്നായിട്ട് ഓടും, പക്ഷെ ഓസ്തപ്പനായിരുന്നു ഫസ്റ്റ് അന്നത്തെ. അപ്പോ അങ്ങനെ ഒരു ഇതിലുള്ള ആൾക്കാരാണ്. ജോസൊക്കെ സ്പോർട്സ് ഭയങ്കര കാര്യമാണ്. ഹൈ ജമ്പ് നമ്മളവിടെ വഴിയിൽ ഹൈ ജമ്പ് ആണ്. സ്പോർട്സ് ആണ് ഞങ്ങളുടെ മെയിൻ വർഷമാണ് അല്ലേ. കഴിഞ്ഞ പള്ളിപ്പെരുന്നാൾ. അപ്പൊ ഞങ്ങളുടെ മെയിൻ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാല് മഞ്ഞോള പള്ളി പെരുന്നാളിന്റെ കൊടിമരത്തിന്റെ താഴെയാണ് ഞങ്ങളുടെ ആസ്ഥാനം. അവിടെയാണ് ഞങ്ങൾ അതിന് പഴയ കൊടിമരം ഇന്നിരിക്കാൻ പറ്റില്ല. പിന്നെ പോന്നിട്ട് ഇതാണ് ഞങ്ങൾ ആ ചുറ്റുവട്ടത്തിൽ കിടന്നുള്ള കണക്ക് പോകുന്നത്. പള്ളി മഞ്ഞോള പള്ളി പെരുന്നാളായിട്ടൊക്കെ ഭയങ്കര കണക്ഷനാണ്. അപ്പൊ അതാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ പേരുകൾ തന്നെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാനുണ്ട്, ജലീലുണ്ട്, സലീമുണ്ട്, ജോഷിയുണ്ട്, ഓസ്തപ്പനുണ്ട്, ജോളിയുണ്ട്, ഇങ്ങനെ എല്ലാവരും. അപ്പൊ ഇന്ന് അത്തരം ഗ്രൂപ്പുകൾ ഉണ്ട് പലതും. എന്നാലും ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ മതവും രാഷ്ട്രീയമില്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ അതിന് ഏറ്റവും മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത് മലയാളികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത്ര ലെവലിലോട്ട് പോയി. അപ്പൊ അതൊക്കെ മാറ്റി ഇങ്ങനെ നമുക്ക് പഴയ കൂട്ടുകാരെ കൂട്ടി ഇങ്ങനെ നമുക്ക് സന്തോഷത്തോടുകൂടി നടക്കാൻ പറ്റുമ്പോൾ ഞാനെപ്പോഴും പലപ്പോഴും നമ്മുടെ കൂട്ടുകാരോട് പറയും, എല്ലാ കാര്യവും നമുക്ക് ഭാര്യമാരോട് പറയാൻ പറ്റില്ല. എല്ലാ കാര്യവും ഞങ്ങൾ പണ്ട് ചെയ്ത തമാശ രസമൊക്കെ ഞങ്ങൾ കൂടി ഇരുന്നാലേ അതിന് സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളും എപ്പോഴും പറയുന്നത് ഇപ്പൊ ഈ 60 വയസ്സായ ഞങ്ങളിപ്പോ 15 വയസ്സോട് കൂടി ഈ ഗ്രൂപ്പും കൂടി 15 വയസ്സ് ഇപ്പോഴും ആ തമാശയും കാര്യങ്ങളൊക്കെ പെടാം. അപ്പൊ അവിടെ നിന്ന് തിരിച്ചിരിച്ചും ഇടയ്ക്ക് തോന്നിയും ഇടയ്ക്ക് പിച്ചും ഇടയ്ക്ക് വഴക്ക് പറഞ്ഞൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ പോകുന്നു. ഒരു വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ചില കാര്യങ്ങൾ അങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം പെട്ടെന്ന് അതങ്ങോട്ട് മാറും, തീരുമാനിക്കാൻ പോകുന്നത്. അത്രയും ഇതായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും കാരണം ഇനി വരുന്ന തലമുറകൾക്കും ഇത് സാധ്യമാണ്.
ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കി നമുക്ക് ലക്ഷക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, ലക്ഷക്കണക്കിന് കൂട്ടുകാർ, ഫ്രണ്ട്സൊക്കെ ഇഷ്ടം വരെയാണ്. അത് ഏറ്റവും വലിയ തമാശ. ഒരു ദിവസം ഞാൻ ഇവിടെ കൊച്ചി കൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വരികയാണ്, അയ്യോ സാറേ ഞാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അല്ല ഞാനാണ്, എനിക്ക് സാറിൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ കൂട്ടുകാരൻ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പുള്ളി പേര് കൊണ്ടപ്പോൾ ഫേസ്ബുക്കിലുള്ള കൂട്ടുകാരനാണ്. അപ്പോൾ ഞാൻ ആദ്യം വെച്ച് എന്നെ മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ പണ്ട് നമ്മുടെ വീട്ടിലെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുണ്ടാവും, അവരോട് നമ്മളിപ്പോൾ കൊച്ചിയിലെ അമ്മായിയുടെ മോളുടെ മോളാണ് ഈ വന്നിരിക്കണേ എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ അന്തം വീഴും. അതുപോലത്തെ അവസ്ഥയായി ഞാൻ ചിത്രപ്പെട്ടത് എനിക്ക് ബോധമൊക്കെ പോയത്. അപ്പോഴാ പറയണ ഇത് ഈ ഫേസ്ബുക്കിലെ കൂട്ടുകാരനാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ 20,000 കൂട്ടുകാരുണ്ട് എനിക്ക്, പക്ഷേ എൻ്റെ കൂട്ടുകാർ തന്നു. അതാണ് ഞാന് നസീറും വളരെ ചെറുതിലെ ഫ്രണ്ട്സാണ്. നസീറിന്റെ വീട്ടിലെപ്പോഴും ഞാൻ വരാറുണ്ട്. അവൻ വീടിന്റെ പേരിൽ കരാട്ട പ്രാക്ടീസ് ചെയ്തിരിക്കുകയും അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് കരാട്ടയിലോടൊരു ഇൻട്രസ്റ്റ്. ഞാൻ ജാക്ക് ഉണ്ടാവും, അത് നടക്കും. അപ്പൊ അതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞങ്ങള് ചെറുപ്രായത്തിൽ ഞങ്ങൾ വളർന്നു വന്നത്. അത് കഴിഞ്ഞപ്പോഴും അവനിലൂടെയാണ് ഞങ്ങള് കായികാഭ്യാസം അല്ലെങ്കിൽ ജിമ്മിൽ പോക്ക് അല്ലെങ്കിൽ കരാട്ട തലത്തിലൊക്കെ പ്രോത്സാഹനം കിട്ടിയത്. അത് അവര് ഇപ്പൊ ഈ പ്രായത്തിൽ അത് കണ്ടിന്യൂ ചെയ്യണം. അതിന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ആ മക്കളാണ്. ആ മക്കളുടെ മൂത്താള് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യണം, രണ്ടാമത്തെ ആള് കാനഡയിൽ, രണ്ടുപേരുടെയും പോകാൻ കഴിഞ്ഞു. ടീച്ചറാണ്. ഗവൺമെൻറ് ഗേൾസിൽ പഠിപ്പിക്കുന്നു. പിന്നെ 2 മക്കൾ, 2 പേര് കാനഡയിലാണ്. ഒരാൾ ഈ മാസം 18 എത്തും. പിന്നെ എറണാകുളം വലിയ കുഴപ്പമൊന്നും പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പാലങ്ങൾ ഞാൻ എത്തിയാറുണ്ട്, വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ നസീറിന് 2 സംസ്ഥാന അവാർഡുകൾ നേടിയതിന് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു വൈകിയ വേളയിലാണെങ്കിലും ഈ ഒരു പള്ളിപ്പുറം ഗ്യാങ് രൂപം ചെയ്യാനായിട്ട് ഉണ്ടായ ഒരു ആഗ്രഹവും തീരുമാനവും ഒക്കെ അഭിനന്ദിക്കുകയാണ്. ബാറ്റ്സിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുൻപും അത് ഇവിടെ നിന്ന് പള്ളിപ്പുറത്ത് നിന്ന് പറവൂരേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ബാറ്റ്സിന് ഒരുപാട് മെന്റലി വിഷമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കും ഇഷ്ടപ്പെട്ട് തന്നെ നിൽക്കുന്നതായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രം ഇവിടുന്ന് മാറിയതാണ്. അപ്പൊ ഞാൻ ബാറ്റ്സിനോട് എപ്പോഴും പറയുമായിരുന്നു, പള്ളിപ്പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെയൊക്കെ പോയി നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ എടുത്ത് കൂട്. അപ്പൊ ബാറ്റ്സിനോട് ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു തീരുമാനം ബാറ്റ്സിനായിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോ ഇങ്ങനെ കൂടി ബാറ്റ്സിനെ കൂടി അങ്ങനെ ആ ഒരു ഗ്യാങ്ങിലേക്ക് വന്നിട്ട് എല്ലാവരെയും കൂടി സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അപ്പൊ ഈ ഒരു ഗ്യാങ് ഇടയ്ക്ക് വെച്ച് സ്ട്രീറ്റായി പോകാതെ നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ ഇടയിലാണെങ്കിലും അത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ പാറ്റ്സിനെ കിട്ടിയതിൽ വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എൻ്റെ മക്കള് അത് പാറ്റ്സിനോട് കൂടി വന്ന മക്കളാണ്. അപ്പൊ അതില് ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. പാറ്റ്സിനോട് അറിയാൻ ജോഷി വൈദ്യരെ ഞാൻ വർഷമായി കാണുന്നത്. ബാക്കി എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. പിന്നെ എൻ്റെ വൈഫ് വന്നിട്ടില്ല, റബിയ. അവളുടെ ബ്രദറിന്റെ എൻഗേജ്മെന്റ്, മകന്റെ എൻഗേജ്മെന്റ് ആണ് നാളെ. അത് ഇന്ന് വെക്കട്ടെ, ഇന്ന് ഈ ഫംഗ്ഷൻ ഉള്ളതിൽ എൻ്റെ പ്രകാരം നാളെ മാറ്റിയാണ്. അവിടെ പോയി. പിന്നെ 2 മക്കള് ഉള്ളതിൽ മൂത്ത മകള് അവര് കല്യാണത്തിന് കർഷകരോടൊപ്പം ദുബായിലാണ്. ഇളയ മകന് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് ജോലിയുടെ സെക്രട്ടറി പുതിയ ട്രെയിനായിട്ട് ഇപ്പോൾ കയറിയിരിക്കുന്നു. 1 മാർക്കുണ്ടാവുന്നു.
അപ്പം അതിൻ്റെ പേരിൽ ഇന്ന് വരാൻ പറ്റില്ല. അപ്പം വേറെ പ്രത്യേകിച്ച് പറയാൻ നെക്സ്റ്റിനെ കുറിച്ച് പറയാനായിട്ട് ഞങ്ങളുടെ 60 വയസ്സിന് 60+ ആയി. അത്രയും തന്നെ പഴക്കം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ചെറുപ്പം പോലെ 1ാം ക്ലാസ് പോലെ തന്നെ തിരിച്ചറിവായ പ്രായമുള്ള സുഹൃത്താണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നെസ് മുഖേന, കാരണം ഒരുപാട് വർഷത്തോളം എനിക്ക് ദുബായിൽ നിൽക്കാൻ പറ്റി. അത് നെസ്സിൽ ഒരാൾ കാരണം തന്നെയാണ്. അവൻ്റെ കൂടെ കസിൻ വിസ അയച്ചു കഴിഞ്ഞിട്ട് നെസ്സിയുടെ കൂടെ ഞാൻ താമസിച്ചതും ഭക്ഷണവും ജോലി കിട്ടുന്നത് വരെ. ആ സമയത്ത് എൻ്റെ വൈഫാണെങ്കിൽ 2ാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം ജോലി ആയിട്ടില്ല. ആ സമയത്തൊക്കെ നെസ്സിയാങ്ങളുടെ ഹോസ്പിറ്റലിൽ വൈദ്യുതി ചെക്കപ്പിലോ ഇതൊക്കെ പൈസ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഭക്ഷണമായാലും എന്തായാലും ഈ ഒരു അവസരത്തിൽ നെസ്സിനോട് അത് തുറന്ന് പറയണം. കാരണം മറ്റാർക്ക് അറിയാനുള്ള കേസാണ്. എൻ്റെ മനസ്സിൻ്റെ ഇത് അവൻ്റെ നല്ല മനസ്സിൽ ഞാനൊന്ന് പറയുമ്പോൾ മാത്രമുള്ളൂ. അത് പൊക്കി പറയുന്ന അങ്ങനെയൊന്നുമല്ല. എനിക്ക് അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വൈകിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാകാൻ പറ്റിയ അതിന് മുന്നേ എടുത്ത നെസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഇതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ഒഴിവ് സെക്കൻഡ് സാർ ടീച്ചർമാരുടെ അറിയാം. അതിലൊരു പണിയായിട്ടില്ല. പേരുണ്ടാവുന്നു പുറത്ത്. അവരാണ് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു മൂത്ത മോള് പെണ്ണും 2 ആൺമക്കളും. മൂത്ത മോള് കുവൈറ്റിലാണ്. അപ്പം ഈ മതിൻ്റെ ചെറിയൊരു 2ാമത്തെ അയൽക്കാണ്. അപ്പം അതിൻ്റെ പേരിലാണ് പുത്രന്മാർക്കും ഇവരെ നോക്കേണ്ട കാരണം ഞങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഒരു പരിപാടിക്കാണ് ഇപ്പോൾ പോകാറില്ല. മൂത്ത വീട്ടിൽ കഴിഞ്ഞിട്ട് ഷിപ്പ് ചെയ്യാൻ അപ്പൻഡിക്സ് ഇന്നിപ്പോൾ ചെറിയൊരു ഷോപ്പ് തയ്യാറായിട്ട് എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞിട്ട് പാസ്സായി. ഇപ്പം ജോലിക്ക് കഴിയുന്നില്ല. വൈഫിനാണ് ഞാൻ സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. പിന്നെ ജോസ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ ഒരു തെരുവിച്ചൊരു കൂട്ടായ്മയിലൊക്കെ പറയുന്നത് എല്ലാവരും കൂടി നല്ലൊരു സന്തോഷത്തിൽ എല്ലാവരും പരിചയപ്പെട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട്. സന്തോഷം ഇങ്ങനെ കൂടുമ്പോൾ എല്ലാവരും കൂടി പരിചയപ്പെട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇതാണ് കൂട്ടായ്മ എടുത്താണ്. അപ്പോൾ സന്തോഷം ഇങ്ങനെയൊക്കെ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വൈഫ് പേര് ശരി എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ചെയ്ത കൂടെ കുറേ നാളെ ഞങ്ങളെല്ലാവരും ക്ലാസ്മേറ്റ് അല്ല, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് കൂടിയത്. ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ബേസിൽ വന്നിട്ട് പിന്നെ മാർട്ടിൻ ഷാജു ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പറവൂരാണ് പഠിക്കുന്നത്. പോയിട്ട് ഞങ്ങളോട് ഞങ്ങളുടെ ലൈഫ് കൊള്ളാം, നന്നായിട്ട് നേരിട്ട് നന്നായിട്ട് പോകണം. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് 2 മക്കൾ, ഒരാളും കണ്ടു മൂത്തതാണ്. അവൻ ബിടെക് കഴിഞ്ഞിട്ട് ഷെല്ലിൽ വർക്ക് ചെയ്യുന്ന ചെന്നൈ. മോള് ഇന്റീരിയർ കഴിഞ്ഞിട്ട് അവളിവിടെയൊക്കെ ചെറിയ ചെറിയ ജോബിന് വേണ്ടി പോയിട്ടുണ്ട്. പെർമനന്റ് ജോലി ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 2 ഉണ്ടായി. ഇവിടെ നമ്മൾ ഇപ്പോൾ എന്ത് കൊടുക്കാൻ പറ്റുമെന്നല്ല, അവിടെ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വന്ന് ഡംപ് ചെയ്തിട്ടാണ് പോയത്. നമുക്ക് എന്തായാലും പോയവരെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കൊടുക്കൽ. അത് നമുക്ക് ആർക്കും സാധിക്കില്ല. ആ ഒരു ദുരന്തം ഉണ്ടായിട്ട് തന്നെ ഭൂമിയോടുള്ള അനാദരവ് കാരണം അതിനൊക്കെ നമ്മളെല്ലാവരും പങ്കാളികളാണ്. നമ്മളെല്ലാവരും, അത് മാത്രമല്ല നമ്മളെല്ലാവരും പങ്കാളികളാണ്. ഇപ്പോൾ ഞങ്ങൾ നാളെ ഒരു കുടുംബ ഫാമിലി ഒരു കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ കുറയ്ക്കും. പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഇതൊക്കെയാണ് ഭൂമിക്ക് ചെയ്യുന്ന ദ്രോഹം. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റും. നമുക്ക് ഒരുപാട് നമ്മളത് എന്ത് ചൂടാണ്, വെള്ളമില്ലാതില്ല, നമ്മൾ തിരിക്കുന്ന ടാപ്പിൽ തന്നെ നമ്മളുടെ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങാം. ഓരോ തുള്ളി നഷ്ടപ്പെടുന്നതിന് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ടാണ്. നമ്മൾ അങ്ങാടിയിൽ പോയി മീൻ മേടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, നല്ല ടീച്ചർ തന്നെയായിരുന്നു. അപ്പോൾ സെലീനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മീനായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ
കവർ കഴുകിയിട്ട് ഒരു കുറ്റിയുമോ ഉണക്കാൻ വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോകുമ്പോൾ ആ കവർ എടുത്ത് തരും. അല്ലാതെ ഓരോ ദിവസം ഓരോ കവറല്ല ഉള്ളത്. അത് 30 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. അന്ന് അവർ അത് കണ്ടിരുന്നു. ഇന്നും നമ്മൾ കടയിൽ പോകുമ്പോൾ ഒരു കൈ വീശി ഇങ്ങനെ പോകും. ഓരോ പാക്കറ്റ് കൊണ്ടുവന്ന് കട്ടിൻ്റെ അടിയിലും ബെഡിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഞാനത് പറയണ വലിച്ചു കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കിരിക്കും. ഇതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിങ്ങനെ നല്ല കവറാണ്, ഉപയോഗിക്കില്ല. നല്ല കവർ ബെഡിൻ്റെ അടിയിൽ ആ അലമാരിലിരിക്കുന്ന കൂട്ടി വെക്കും. നമ്മൾ ഇപ്പോഴും മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു സഞ്ചി ഉണ്ടാകും പോക്കറ്റ്, അതായിട്ട് പോയിട്ട് ഞാൻ പുതിയ സഞ്ചിയിലെ സാധനങ്ങളില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് നമുക്ക് വയനാടിന് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് തോന്നും. അല്ലാതെ അവിടെ കൊണ്ടേ കുറേ സാധനങ്ങളുണ്ട്, ഇഷ്ടംമാതിരി സാധനങ്ങളാണ് അവിടെ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക് അവിടെ. അവരൊക്കെ പറയണെങ്കിൽ നമുക്ക് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, നമ്മളുടെ ഭൂമിയെ സംരക്ഷിക്കുക, നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക. അതാണ് നമുക്കിനി വേണ്ടത്. അതില്ലാത്തതിൻ്റെ കഷ്ടമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതായത് 2 പേർക്ക് താമസിക്കാൻ 6 7 പേര് താമസിക്കുന്ന മൊത്തം വീട് പണി കഴിഞ്ഞാൽ ഇത് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഇന്നത് എനിക്കിപ്പോൾ വീടൊന്നുമില്ല, പരിസ്ഥിതി വീട്ടിൽ ഞാൻ പറയുമ്പോൾ തന്നെ വരും. പക്ഷെ അത് ഞങ്ങൾ 2 പേരുള്ളൂ, ചെറിയൊരു വീട്, അത്രേ ഉള്ളൂ. മരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഊട്ടി പോയാൽ എനിക്ക് ഇവിടെ എല്ലാവരുടെ വീട് ചുമന്നു പോകാൻ പറ്റില്ല. മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകില്ല, കൈ വീശി പോകുള്ളൂ. പിന്നെ ഇത് പണ്ട് കഴിഞ്ഞ് കുറച്ച് കാണാൻ വെച്ച് കഴിഞ്ഞാൽ പൈസയും കിട്ടില്ല. അപ്പോൾ വെറുതെ ഈ പച്ചമാട്ടം പൊളിച്ച് നമ്മൾ പറയും നമുക്ക് 44 നദികളുണ്ട്, അതിൽ 40 നദി മൂടൊഴുകുന്നുണ്ട് കേരളത്തിലോട്. അത് ഒറ്റ ദിവസം തന്നെ ഇപ്പോൾ വേർക്കണണ്ട, ഒരു ചെറിയ വെയിൽ കണ്ടപ്പോൾ വേർക്കും, അതിന് പുഴയിൽ വെള്ളം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങളുടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ല. അതാണ് നമ്മൾ കുഞ്ഞു മക്കളോടൊക്കെ പറയുന്നത്, എല്ലാവർക്കും പറയും. അതാണ് എനിക്കിപ്പോൾ വയനാടിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളതിൻ്റെ ഭയങ്കര ദുഃഖം തന്നെ. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും. അവരൊന്നുമല്ല കുറ്റക്കാര്, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നത് ഇതുപോലെയാണ് നമുക്ക് തോന്നും. ആഗോളതാവന അതിൽ നിന്നൊക്കെ നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ തന്നെ പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. ഓരോ വീട്ടിൽ 5-6 വണ്ടി ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ബേസിക് അതാണ്. നമ്മളിൽ നിന്ന് നമ്മൾ വ്യത്യാസം തുടങ്ങും. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവും, ഇത്തരം ദുരന്തങ്ങൾ കുറയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. വയനാട്ടിൽ